ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ സിദ്ധുവും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന കാറ് ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയാമെന്ന് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ്, ഞാൻ നന്നാക്കിയിട്ട് ഓഫീസിൽ കൊണ്ടുവന്ന് തന്നോളാം എന്ന് പറയുന്ന സമയത്ത് ക്യാബിൻ വിളിച്ച് പോകാനാണ് അയാൾ പറയുന്നത്. ആ സമയത്ത് സിദ്ധു ക്യാബിന് ബുക്ക് ചെയ്യുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് ഇവരെ കണ്ടപ്പോൾ കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ കാര്യം പറയുന്നുണ്ട്, വണ്ടി ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയതാണ്, ക്യാബിന് ബുക്ക് ചെയ്ത് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മഹേഷ് പറയാണ്, സർ ഇതുവരെ സാറിൻ്റെ പേരിൽ സാറിൻ്റെ കരുണ കൊണ്ട് എടുത്ത വണ്ടിയാണിത്, പക്ഷേ ഇതുവരെ സാർ ഈ വണ്ടിയിലേക്ക് കയറിയിട്ടില്ല. ഒരു പ്രാവശ്യമെങ്കിലും സാറ് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമാകുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതിനുള്ള അവസരവും വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് സിദ്ധാർത്ഥ് ചന്ദ്രികയെ നോക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ മഹേഷിനെ കണ്ടത് മുതൽ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. സർ, നിങ്ങൾക്ക് ഓഫീസിലേക്കല്ലേ പോവേണ്ടത്? ഇനിയും ക്യാബ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് സമയം വൈകിപ്പിക്കണോ? ഞാനിവിടെ നിൽക്കുകയല്ലേ സർ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാങ്ങി തന്ന വണ്ടിയായത് കാരണം എൻ്റെ നന്ദി പ്രകടിപ്പിക്കാനെങ്കിലും ഒരു അവസരം എന്നൊക്കെ പറഞ്ഞ് മഹേഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സിദ്ധുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. ചന്ദ്രികയ്ക്ക് മഹേഷിനെ കാണുന്നതേ വെറുപ്പാണ്. മഹേഷിനോട് സിദ്ധാർത്ഥിന് പ്രത്യേകിച്ച് ദേഷ്യവും ഇല്ല. അപ്പോൾ മഹേഷ് ആണെങ്കിൽ കൂടെ പറയാണ്, വാ സാർ നമുക്ക് പോവാന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക വാ നമുക്ക് പോയാലോ? വേണ്ട സാർ, നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടില്ലേ, നമുക്ക് ക്യാബിൽ പോവാം. സിദ്ധു വീണ്ടും മഹേഷിനോട് പറയാണ്, കുഴപ്പമില്ല മഹേഷ്, ഞങ്ങൾ ക്യാബിൽ പോയിക്കോളാം. കാരണം ചന്ദ്രികയ്ക്ക് മഹേഷിൻ്റെ ഓട്ടോയിൽ പോകുന്നത് ഇഷ്ടമല്ലെന്ന് അവർ നന്നായിട്ട് അറിയായിരുന്നു. മഹേഷിനും അത് നന്നായിട്ട് അറിയാം. പക്ഷെ വീണ്ടും വീണ്ടും സിദ്ധുവിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സിദ്ധുവിനോട് പറയാണ്, സർ നിങ്ങൾ തന്നെ വണ്ടി വാങ്ങി തന്നിട്ട് ഒരു പ്രാവശ്യം പോലും നിങ്ങൾ കയറിയില്ലെങ്കിൽ എനിക്ക് എത്രമാത്രം വിഷമാവും സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ചന്ദ്രികയുടെ ദേഷ്യം പിടിക്കുന്നുണ്ട്. പ്ലീസ് സർ, വാ സർ. മഹേഷ് ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവസാനം സിദ്ധു ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക മഹേഷ് ഇങ്ങനെയും പറയുകയല്ലേ, വാ നമുക്കൊരു തവണ ഇതിൽ പോവാം. അങ്ങനെ മനസ്സോടെ ചന്ദ്രിക ഓട്ടോയിലേക്ക് കയറാൻ പോവുകയാണ്. സിദ്ധുവും അവളും ബാക്കിലാണ് ഇരിക്കുന്നത്. അവർ രണ്ടുപേരും വണ്ടി കയറിയപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് വീർപ്പ് കൂട്ടുന്നുണ്ട്. അക്കൂട്ടത്തിൽ മഹേഷ് വീണ്ടും പറയാണ്, സർ ഇന്നാണ് സാർ എൻ്റെ മനസ്സ് നിറഞ്ഞത്. എന്തെങ്കിലും ഒരു ദിവസം സാറിനെ വണ്ടിയിൽ കയറ്റിയിട്ട് വണ്ടി പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത്. മഹേഷ് പറഞ്ഞപ്പോൾ സിദ്ധു ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശരി പോവാം മഹേഷ്, പോവാം സർ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ വല്ലാത്തൊരു ഇറിറ്റേഷനോട് കൂടിയാണ് അതിലിരിക്കുന്നത്. മാത്രമല്ല അവൾ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ മുന്നിലായിട്ട് മഹേഷ് ഇരിക്കുന്ന ഭാഗത്ത് മലറിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ പിൻഭാഗത്തും ഉണ്ട് ആ ഒരു ഫോട്ടോ വെച്ചിട്ട്. അതൊക്കെ കാണുന്തോറും ചന്ദ്രയ്ക്ക് തീരെ സഹിക്കാനാവുന്നില്ല. സിദ്ധുവിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യത്തിലാണ് ഉള്ളതെന്ന്. മാത്രമല്ല അവളിങ്ങനെ സിദ്ധുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കുറച്ച് ദൂരത്തോട്ടായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ഇങ്ങനെ വയ്യാതെ നടക്കുവാണ്. അവർക്ക് ഹോസ്പിറ്റലിലേക്കാണ് പോവേണ്ടത്. നടന്നിട്ട് അവർ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവർ വെയിൽ കൊണ്ട് വല്ലാതെ തളർന്നിരിക്കുകയാണ്. ആ സമയത്താണ് മഹേഷിൻ്റെ ഓട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് നോക്കുന്ന സമയത്ത് ആ സ്ത്രീ നല്ല ടയേർഡാണ്. അപ്പോൾ അവരോട് കാര്യം അന്വേഷിക്കുകയാണ്, എവിടേക്കാണ് പോവേണ്ടത് എന്ന്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണെന്ന് പറയുമ്പോൾ ഓട്ടോയിൽ കയറാൻ പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഓട്ടോയ്ക്ക് തരാനുള്ള പണമില്ല. അപ്പോൾ മഹേഷ് പറയാണ്, ഞാൻ ഈ ഗർഭിണിയായ സ്ത്രീകളിൽ നിന്നും ഒരിക്കലും അങ്ങനെ പണം വാങ്ങിക്കാറില്ല. എന്നിട്ട് സിദ്ധാർത്ഥിനോട് മുന്നിൽ വന്നിരിക്കാനും ആ സ്ത്രീയോട് ചന്ദ്രയ്ക്കൊപ്പം പിന്നിരിക്കാനും പറയാണ്. നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് അവർ കയറുന്നത്. അവർ മടിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ സിദ്ധാർത്ഥും പറയാണ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പേടിയോട് കൂടിയാണെങ്കിൽ അവർ വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോൾ മഹേഷിൻ്റെ ഒപ്പം മുന്നിലായിട്ടാണ് സിദ്ധു ഇരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ചന്ദ്രികയുടെ മനസ്സിൽ വലിയ മാറ്റമൊന്നുമില്ല. അവളിങ്ങനെ ദേഷ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ സിദ്ധാർത്ഥിനാണെങ്കിൽ മഹേഷിൻ്റെ ആ ഒരു മനസ്സ് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അങ്ങനെ പാവപ്പെട്ടവരോട് കരുണയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ. ആ സ്ത്രീയോട് ചന്ദ്രിക എത്ര മാസമായി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞു എന്നൊക്കെ അവർ പറയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവരവിടെ ഹോസ്പിറ്റലിൽ ഇറക്കി വിട്ടിട്ട് ശ്രദ്ധയോടെ പോകാനൊക്കെ പറഞ്ഞിട്ടാണ് സിദ്ധുവും മഹേഷും വണ്ടിയിൽ നിന്ന് അവരെ പറഞ്ഞു വിടുന്നത്. അവരാണെങ്കിൽ നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം സിദ്ധാർത്ഥിനോട് പിന്നിൽ ചന്ദ്രികയുടെ കൂടെ വിശാലായിട്ടിരുന്നോളാനൊക്കെ പറയാണ് മഹേഷ്. അങ്ങനെ സിദ്ധുവിൻ്റെ ഓഫീസ് എത്തിയ സമയത്ത് സിദ്ധുവും ചന്ദ്രിക അവിടെ ഇറങ്ങുകയാണ്. സിദ്ധു പൈസ എടുത്തിട്ട് മഹേഷിന് കൊടുക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, ഞാൻ സാറിനോട് പൈസ വാങ്ങിക്കാനോ? ഏയ് അതൊന്നും വേണ്ട, കുഴപ്പമില്ല മഹേഷ് വാങ്ങിച്ചോ എന്നൊക്കെ സിദ്ധു പറയുകയാണെങ്കിലും മഹേഷ് വാങ്ങിക്കുന്നില്ല. സാറിനോട് പണം വാങ്ങിച്ചത് ദൈവകോപായിരിക്കും എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ചന്ദ്രിക അപ്പോഴൊക്കെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മഹേഷ് വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണ്. കൂടുതലായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അതായത് ദുഷ്ടന്മാരായിട്ടുള്ളത് മോശം കാര്യങ്ങൾ ചെയ്ത ആൾക്കാരൊക്കെ മഹേഷിനെ പോലെ തിരുത്തിയിട്ട് നന്നാവുകയാണെങ്കിൽ ഈ ലോകത്ത് അക്രമങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പം തന്നെ നോക്ക്,
അവന് ഇത്രയും ബാധ്യത ഉള്ളപ്പോഴും ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് സൗജന്യമായിട്ടാണ് അവൻ യാത്രക്കുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുത്തത്. തെറ്റ് ചെയ്യുന്നവരൊക്കെ മഹേഷിനെ പോലെ മാറുവാണെങ്കിൽ ഈ ലോകത്ത് കുറ്റവാളികളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രിക ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. സിദ്ധു എത്ര തന്നെ മഹേഷിനെ നന്നാക്കി പറയാൻ ശ്രമിച്ചാലും ചന്ദ്രികയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. അവൾ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് ഓഫീസിനകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ സിദ്ധുവിന് മനസ്സിലായിട്ടുണ്ട് ചന്ദ്രികയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല മഹേഷിനെ പുകഴ്ത്തിയതൊന്നും. അവനും അവൾക്ക് പിന്നാലെ ഓഫീസിലേക്ക് പോവുകയാണ്. മഹേഷ് ആണെങ്കിൽ നേരെ പോയിട്ട് കുറച്ച് ദൂരത്തോട്ടായിട്ട് മാറി സൈഡ് ഒതുക്കിയിട്ട് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് സാവകാശം ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് സിദ്ധുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ ആ വണ്ടിയുടെ മുന്നിലായിട്ട് ഒട്ടിച്ചിട്ട്, ആ ഫോട്ടോൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിൻ്റെ ഫോട്ടോ തൊട്ടുകൊണ്ട് പറയുന്നുണ്ട്, സിദ്ധു ഞാൻ നല്ലവനായിന്ന് മാറിയെന്ന് മുഴുവനായിട്ട് വിശ്വസിച്ചു അല്ലേ? സിദ്ധാർത്ഥനോട് സംസാരിക്കുന്നത് പോലെ ആയിട്ടാണ് അവൻ്റെ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നത്. സിദ്ധു ഞാൻ നല്ലവനായിന്ന് നിന്നെ വിശ്വസിപ്പിച്ചത് പോലും ചന്ദ്രികയുടെ കൂടെ വീണ്ടും ഒന്നു ചേരാൻ വേണ്ടി മാത്രമാണ്. അത് നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? വീണ്ടും ചന്ദ്രികയെ ഞാൻ എൻ്റെ ഭാര്യ തന്നെ ആക്കി മാറ്റും, നീ നോക്കിക്കോ. മഹേഷ് വലിയൊരു പ്രതിജ്ഞ പോലെയാണ് സംസാരിക്കുന്നത്. അതേസമയം മനോഹരനാണെങ്കിൽ വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലിൻ്റെ ചൂട് കാരണം അയാളിങ്ങനെ ഓരോന്നും പെറുപിറുത്തുകൊണ്ടാണ് വരുന്നത്. അയ്യോ, ഈ ചൂടിന് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ തന്നെ പറ്റില്ല, എന്തൊരു ചൂടാണ്, വീട്ടിനകത്തിരുന്നാൽ പോലും ചൂട് മാറുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് മുന്നിലായിട്ടൊരു ചെറുനാരങ്ങ കാണുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി മേഘ അവിടെ കൊണ്ടുവന്ന് കളഞ്ഞ ആ ഒരു സ്വാമി കൊടുത്ത ചെറുനാരങ്ങയായിരുന്നു അത്. പക്ഷെ അതൊന്നും അറിയാതെ സന്തോഷത്തോടെ മനോഹരം പോയിട്ട് അത് എടുക്കുകയാണ്. ഈ ചൂടിന് ആ ചെറുനാരങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ദാഹശമനം കിട്ടുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മുന്നിലായിട്ട് മറ്റൊന്ന് കൂടി കാണുന്നുണ്ട്. അപ്പോൾ അയാൾ അതിശയത്തോടെ പോയിട്ട് ഓടിപ്പോയി അതും എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിലും നോക്കുന്നുണ്ട്, കാരണം അവിടെയൊന്നും അതിൻ്റെ ഒരു മരം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല അയാൾ പറയുകയാണ്, രണ്ടെണ്ണം കിട്ടി, ഒന്ന് ചേച്ചിക്കും കൊടുക്കാം, ഒന്ന് എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിനടുത്തേക്ക് നടക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണുന്നു. അതും സന്തോഷത്തോടെ എടുത്തിട്ട് മനോഹരൻ സന്തോഷത്തോടെ ചിന്തിക്കുകയാണ്, പക്ഷേ ഈ വീട്ടിൽ എവിടെയും ചെറുനാരങ്ങയുടെ മരമൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാവും ഇത്രയും ചെറുനാരങ്ങ ഈ വീട്ടിന് ചുറ്റിനും വന്ന് വീണിട്ടുണ്ടാവുക? മനോഹരൻ ഇങ്ങനെ അല്പം നേരം ചിന്തിക്കുകയാണ്. പിന്നെ സാധാരണയായിട്ട് അയാളെ ചിന്തിക്കുന്ന പോലെ തന്നെ, എങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ, എങ്ങനെ ഉണ്ടായതെന്ന് ചിന്തിച്ച് നിൽക്കാതെ മനോഹര ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ജ്യൂസ് അടിച്ച് കുടിക്കാൻ നോക്ക്, അയാൾ സ്വയം പറയാണ്. മുരുക നിനക്ക് മാമ്പഴവും നിന്റെ ഭക്തന് ചെറുനാരങ്ങയുമാണോ? സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇരുന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ എന്താ വെയിൽ, എന്താ ചൂട്. വീശിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിയുടെ ഈ ചൂടിന് ഞാൻ നല്ല അടിപൊളി ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. അതിന് ലെമണിന് എവിടെ പോകാനാ ചേച്ചി ചോദിക്കുകയാണ്. വിഷമിക്കേണ്ട, എൻ്റെ കയ്യിൽ 4 ചെറുനാരങ്ങ ഉണ്ട്. ആഹാ കൊള്ളാലോ. പെട്ടെന്ന് ചേച്ചി സംശയത്തോട് ചോദിക്കുകയാണ്, അല്ല ഈ ചെറുനാരങ്ങ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ചേച്ചി ആ കഥ ഞാൻ പിന്നീട് പറഞ്ഞു തരാം, ആദ്യം ഞാൻ നല്ല അടിപൊളി ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. ശരി ശരി. എന്നിട്ട് മനോഹരൻ തന്നെ പോയിട്ട് ചേച്ചിക്കും അയാൾക്കുള്ള ലെമൺ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെള്ളമൊഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, അയ്യോ വേഗം വാടാ, അയ്യോ ഇതാ വരിക ചേച്ചി എന്നും പറഞ്ഞ് 2 ഗ്ലാസ്സിലാക്കി ചിയേഴ്സൊക്കെ അടിച്ചുകൊണ്ട് നേരെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഒരു ഗ്ലാസ് ചേച്ചി കൊടുക്കുകയാണ്. താങ്ക്സ് ചേച്ചി, ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ജില്ലെന്നുണ്ടാവും. എന്നിട്ട് 2 പേരും കുടിക്കുകയാണ്. എന്നിട്ട് 2 പേരും തന്നെ പറയുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട്. ആ സമയത്താണ് മേഘ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. 2 പേരും എന്താ കുടിക്കുന്നത്? ലെമൺ ജ്യൂസ് കുടിക്കുകയാണ്. മേഘ നിനക്ക് വേണോ? എനിക്കും കുറച്ച് കിട്ടിയാൽ നന്നായിരുന്നു. മേഘയും വേർപ്പൊപ്പിക്കൊണ്ട് പറയുകയാണ്. ശരി എന്നാൽ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മനോഹരൻ തന്നെ പോയിട്ടാണ് മേഘയ്ക്കും ലെമൺ ജ്യൂസ് എടുത്തുകൊണ്ട് വരുന്നത്. മേഘയ്ക്ക് ഒത്തിരി സന്തോഷമായി അത് കിട്ടിയപ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഞാനും ചൂട് കാരണം എന്തെങ്കിലും ജ്യൂസ് കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. കറക്റ്റായിട്ട് തന്നെയാണ് മാമൻ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. കുടിക്ക് മേഘ. മേഘയാണെങ്കിൽ ഒറ്റ വലിക്കത് കുടിച്ചു തീർത്ത്. മുത്തശ്ശിയും മനോഹരനും അതും കുടിക്കുന്നുണ്ട്. അങ്ങനെ മേഘ കുടിച്ചിട്ട് ഗ്ലാസ് മനോഹരന് കൊടുത്ത സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല മനോഹര ഈ ചെറുനാരങ്ങ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ചേച്ചി കടയിൽ നിന്ന് വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ എവിടെയാ പണം? ഞാൻ നടന്നു വരുമ്പോൾ അടുത്ത വീട്ടിൻ്റെ മുൻവശത്തായിട്ട് 4 ചെറുനാരങ്ങ പഴം ആരോ വലിച്ചെറിഞ്ഞിരിക്കുക. ഏതോ പൊട്ടന്മാർ നല്ല പഴമാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞ് മനോഹരം പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ അത് കേട്ട സമയത്ത് മേഘ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അത് തലേന്ന് രാത്രി മേഘ കൊണ്ടിട്ടതായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ അവൾ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അത് എടുത്തു കൊണ്ടുവന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും ലെമൺ ജ്യൂസ് ഉണ്ടാക്കി തന്നത്. അയ്യയ്യോ മേഘ അറിയാതെ വിളിച്ചു പോവാണ്. അതിന് ഇവക്കെന്തിന് ഇത്ര ദേഷ്യം എന്ന അർത്ഥത്തിൽ മുത്തശ്ശി നോക്കിയപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, എന്താ മാമ പറയുന്നത്?
ആ ചെറുനാരങ്ങ എടുത്തുകൊണ്ട് വന്നിട്ടാണോ ജ്യൂസ് ഉണ്ടാക്കി തന്നത്? ആ അതെ. മേഘ, എന്തിനാ മേഘ അത് ഇത്രയേറെ ശബ്ദം ഉണ്ടാക്കുന്നത്? അയ്യോ, മാമൻ എന്തിനാ മാമൻ അതെടുത്തത്? അവിടെ നിലത്ത് വെറുതെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നതാണ്. നിലത്ത് കിടന്നാൽ എന്താ, കടയിൽ കിടന്നാൽ എന്താ, ചെറുനാരങ്ങ ചെറുനാരങ്ങ തന്നെയല്ലേ? ശരിയാണല്ലോ എന്നുള്ള അവസ്ഥയിലാണ് മുത്തശ്ശിയും. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയാണ്, അയ്യോ, അത് ചന്ദ്രികയുടെ നാശം കാണാൻ വേണ്ടിയിട്ട് സ്വാമിയുടെ അടുത്ത് നിന്നും മന്ത്രിച്ച് വാങ്ങിയിട്ട് വന്ന ചെറുനാരങ്ങ പഴമാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും മനോഹരനും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അതെടുത്ത് കൊണ്ടുവന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അത് കുടിച്ചാൽ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കും. പിന്നെ മനോഹരം പുച്ഛിക്കുകയാണ്. അയ്യോ മേഘ, നീ എന്താ ഈ പറയുന്നത്? മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മന്ത്രവാദി മന്ത്രിച്ച ചെറുനാരങ്ങ പഴമായിരുന്നു അത്. അയ്യോ, അതുപോലും മനസ്സിലാക്കാതെ അത് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു പോയല്ലോ. മാമ, എന്തിനാ മാമ അത് എടുത്തു കൊണ്ടുവന്ന് ജ്യൂസ് ഉണ്ടാക്കിയത്? മേഘ കരഞ്ഞെന്ന പോലെ ചോദിക്കുകയാണ്. അയ്യോ മേഘ, നീ ഇതൊക്കെ വിടാൻ നോക്ക്. ഈ കാലത്തിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന നിന്നെ പോലുള്ള ആൾക്കാരെ ഉണ്ടാവൂ. മേഘ ഒന്ന് അയഞ്ഞ പോലെ നിൽക്കുകയാണ്. നീ പറയുന്നത് ശരിയാണെങ്കിൽ ആ സ്വാമി എന്തിനാണ് ഓരോരുത്തർക്കും മന്ത്രിച്ചു കൊടുത്ത് 5നും 10നും വേണ്ടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നത്? അയാൾ ചോദിച്ചപ്പോൾ മുത്തശ്ശിക്കും അത് ശരിയായിട്ട് തോന്നുന്നുണ്ട്. അയാൾക്ക് എല്ലാ കഴിവുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പണം അയാൾക്ക് തന്നെ ഉണ്ടാക്കിയാൽ പോരെ. അത് ശരിയാണല്ലോ എന്ന് മേഘയ്ക്കും തോന്നുന്നുണ്ട്. മനോഹരൻ അപ്പോൾ ഒന്നുകൂടെ പറയാണ്, മേഘ, അയാൾ നിന്നെ പറ്റിക്കുന്നതാണ് മേഘ. നിന്നെ പോലുള്ള ആൾക്കാരെ പറ്റിക്കലാണ് അയാളുടെ ജോലി തന്നെ. മുത്തശ്ശിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ മേഘ അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല. അല്ലല്ല, പോ മാമ, അങ്ങനെ വായി തോന്നിയൊന്നും വിളിച്ചു പറയാതെ. നിങ്ങൾ പോയിട്ട് ആ ചെറുനാരങ്ങ എടുത്തു കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അത് അവിടെ കിടന്ന് അഴുകി പോകുന്നത് പോലെ ചന്ദ്രികയും ജീവിതത്തിൽ നശിച്ചു പോകുമായിരുന്നു. ഓ പിന്നെ, മനോഹരം പുച്ഛിക്കുകയാണ്. അയ്യയ്യോ, അപ്പോൾ ചന്ദ്രികയ്ക്ക് പകരം നമ്മൾ 3 പേരുമാണോ നശിക്കാൻ പോകുന്നത്? മുത്തശ്ശി വെപ്രാളത്തോടെ എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്. ചേച്ചി, നിങ്ങളും എന്താ ചേച്ചി മേഘയെ പോലെ ഇതൊക്കെ വിശ്വസിക്കുന്നത്? മനോഹരം പുച്ഛത്തോടെ ചോദിക്കുകയാണ്. മേഘ മനോഹരനെ നോക്കി നിൽക്കുകയാണ്. മേഘ, ആ സ്വാമി നിന്നെ പറ്റിച്ചിട്ട് 50,000 രൂപയ്ക്ക് ഒരു പിച്ചള തകിടും 4 ചെറുനാരങ്ങയും തന്ന് നിന്നെ പറ്റിച്ചതാണ്. നീയാണെങ്കിൽ അതും വിശ്വസിച്ചിട്ട് ചന്ദ്രിക നശിച്ചു പോകുമെന്നും ചന്ദ്രികയും സിദ്ധുവും തമ്മിൽ വേർപിരിയുമെന്നും ഒക്കെ വിശ്വസിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതൊന്നുമല്ല, എനിക്ക് ആ സ്വാമിയെ വിശ്വാസമാണ്. അദ്ദേഹം തന്ന തകിട് ചന്ദ്രികയോ സിദ്ധുവോ മറികടന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അവർ പരസ്പരം ഒന്നു ചേരുകയില്ല. അതെ അതെ, ആ തകിടിൻ്റെ മേലെയും ആ ചെറുനാരങ്ങയുടെ മേലെയും വെച്ചിരിക്കുന്ന വിശ്വാസം നീ നിൻ്റെ മേൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ടാവുമായിരുന്നു. ആ 50,000 രൂപയ്ക്ക് 4 ചെറുനാരങ്ങ മാത്രമാണ് നമ്മുടെ ലാഭം. മേഘ ഇങ്ങനെ ആകെ പെട്ടോ എന്നുള്ള അവസ്ഥയിൽ നിന്നപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മേഘ, ഒരുപക്ഷെ ആ സ്വാമി പറഞ്ഞതുപോലെ ആ തകിട് മറികടന്നിട്ട് ചന്ദ്രികയും സിദ്ധുവും തമ്മിൽ വേർപിരിയുന്നില്ലെങ്കിൽ ആ തകിട് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വാമി ആ 50,000 രൂപ തിരിച്ചു തരുമായിരിക്കും അല്ലേ? ആ, ചേച്ചി ചോദിച്ചാൽ ശരിയാണല്ലോ. മനോഹരൻ ചോദിക്കുകയാണ്. അയ്യോ, നിങ്ങളെ 2 പേരെയും ഞാൻ എന്നും പറഞ്ഞിട്ട് മേഘ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ മനോഹരൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല മേഘ, ആ തകിട് വാങ്ങിക്കാൻ വേണ്ടി പോവാണോ? ആ അതെ അതെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത തകിട്. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ആ തകിട് മേഘ എവിടെയാണോ കുഴിച്ചിട്ടത് അവിടെ നിന്നും ഞാനത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ആ സ്വാമിയുടെ അടുത്ത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് അയാളുടെ മുഖത്തത് വലിച്ചെറിഞ്ഞ് 4 വർത്താനം അയാളോട് പറഞ്ഞിട്ട് ആ 50,000 രൂപ ഞാൻ തന്നെ വാങ്ങിയിട്ട് വരും. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെയാണോടാ? സൂപ്പർ. മേഘ അറിയാതെ പോയിട്ട് വാങ്ങിയിട്ട് വാ. അല്ല മനോഹര, ഇവളെന്താ ഇത്രയ്ക്ക് വിഡ്ഢിയാണോ? ചേച്ചി, അവൾ സാധാരണ വിഡ്ഢിയല്ല, ഇപ്പോൾ തലക്കകത്ത് ആൾതാമസമില്ലാത്ത വിഡ്ഢിയാണ്. ഇനിയും കുറച്ചുകൂടി ജ്യൂസ് ഉണ്ട്, ചേച്ചിക്ക് വേണോ? ഞാൻ പോയി കുടിക്കാൻ പോവാണ്. ആ, എനിക്കും വേണടാ. ശരി, ഞാൻ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞിട്ട് മനോഹരം പോയ സമയത്ത് മുത്തശ്ശി മേഘയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പിറ്റേന്ന് ചന്ദ്രികയുടെ ഫോട്ടോഷൂട്ട് വെച്ചിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. ചന്ദ്രികയെ ഒരുക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി 2 സ്ത്രീകളും വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണ് അവൾ അണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നാടൻ ഗ്രാമീണ ലുക്കിലാണുള്ളത്. സിദ്ധാർത്ഥ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം ചന്ദ്രികയെ കൂട്ടാൻ വരികയാണ്. ആ സമയത്ത് അവളോട് അവൻ അതിശയത്തോടെ പറയുന്നുണ്ട്, ചന്ദ്രിക, നിനക്കൊരു കാര്യം അറിയോ? ഈ സാരി നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അതിൽ ചന്ദ്രിക വലിയൊരു നെക്ലേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, ഈ സാരിക്ക് ഇത്രയും വലിയൊരു നെക്ലേസ് ആവശ്യമില്ല, അത് എടുത്തിട്ട് നോക്കൂ. അപ്പോൾ അവൾ ആ കൂടെയുള്ള ആൾക്കാരോട് അത് എടുത്ത് മാറ്റാൻ പറയാണ്. സിദ്ധു പറയുന്നുണ്ട്, ഇപ്പോഴാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി, വാ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാം. സർ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ ചന്ദ്രിക ഇതിനൊക്കെ പേടിക്കുന്നത്? ഞാൻ കൂടെ ഇല്ലേ? വാ 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 വാ,
എന്നും പറഞ്ഞിട്ട് ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ചന്ദ്രിക ഫോട്ടോ സെക്ഷന് വന്നു നിന്നെങ്കിലും അവൾ വല്ലാത്ത പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ സിദ്ധു അവൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ലാപ്ടോപ്പ് എടുത്തിട്ട് നിൽക്കേണ്ട രീതിയും കാര്യങ്ങളും ഒക്കെ. മാത്രമല്ല ചന്ദ്രികയ്ക്ക് കൈയൊക്കെ ലെവലിൽ വെച്ച് കൊടുക്കുകയാണ്, കാല് വെക്കേണ്ട പൊസിഷനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോരോ പോസ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതോറും സിദ്ധു അവളെ എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വാവ്, സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രികയ്ക്കും കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സാരിയിലുള്ള ചന്ദ്രികയുടെ ഷൂട്ടിംഗ് മോഡൽ നന്നായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.